നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ടെൻഷനും ഡിപ്രഷനും അടിച്ചിട്ട് ഇനി എന്ത് ചെയ്യൂന്ന് ആലോചിച്ച് നമ്മുടെ ഇങ്ങനെ ചിന്താഗതി നമ്മളിങ്ങനെ വിരിഞ്ഞു മുറുക്കണ സമയത്ത് അല്ലാഹു തആല ഖുർആനിൽ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ്ടും ചിന്തിക്കുക, ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. അങ്ങനെയല്ല, മറിച്ച് അല്ലാഹു പറഞ്ഞ എന്താ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ. എന്തായിരിക്കും ഈ രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആകാശം അല്ലെങ്കിൽ ഭൂമി, ഇതെല്ലാം അല്ലാഹു തആലേൻ്റെ ഓരോരോ സൃഷ്ടിപ്പുകളാണ്. എന്തുകൊണ്ടാണ് ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിച്ചത്? അല്ലെങ്കിൽ ഒട്ടകങ്ങളിൽ നോക്കുന്നില്ലേ? നമ്മുടെ സൂറത്തുൽ ആയിഷ, നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുകളിൽ നമ്മളത് പ്രത്യേകം പറയുന്നതാണ്. ആശയ സൂറത്തുകളിലൊക്കെ നമ്മൾ പറയുന്നതാണ്, ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത്. ഇതൊക്കെ ഓരോരോ അത്ഭുത പ്രതിഭാസങ്ങളാണ്. എന്തായിരിക്കും അത്? അവിടെ ഇത് തന്നെ കൊണ്ടുവരാനുള്ള ഉദ്ദേശം എന്തായിരിക്കും? അതായത് ആകാശം, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, അത് വിശാലമാണ്, അതിന് ടെൻഷനില്ല, പേടിയില്ല, എന്തെങ്കിലും ഒരു അതിൽ ഓവർ വെയിറ്റായി എന്ന് പറഞ്ഞാൽ അത് ഇടിഞ്ഞു താഴുള്ള ഡിപ്രഷനാകുന്നില്ല. അതുപോലെ തന്നെ ഒട്ടകം, ക്ഷമയുടെയും സഹനത്തിൻ്റെയും, വെള്ളം കുടിക്കാതെ മൈലുകളോളം നടക്കാൻ അല്ലാഹു തആല പ്രാപ്തമാക്കിയിട്ടുള്ള സൃഷ്ടിപ്പാണ് ഈ ഒട്ടകം. അപ്പോൾ ഈ ആകാശത്തെ അല്ലാഹു തആല പറഞ്ഞപ്പോൾ മനുഷ്യനോട് അതിലേക്ക് നോക്കാനാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ചിന്തിക്കാനും പറഞ്ഞിട്ടില്ല, നോക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വലിയൊരു അത്ഭുതമാണ്. നമ്മൾ സൈക്കോളജിയിൽ ആവ് റെസ്പോൺസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് തങ്ങളെക്കാളും വിശാലമായ വലിയ മറ്റൊന്നിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്നുകൂടെ സാറ്റിസ്ഫൈഡ് ആവും, നമ്മളതിന് നിസ്സാരരാണ് എന്നറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ആവ് റെസ്പോൺസ്. അത്ഭുതങ്ങളുടെ പുറകിലുള്ള ഒരു അതിശയം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവം. ഈ റെസ്പോൺസ് മനുഷ്യൻ്റെ തലച്ചോറിനെ ഇങ്ങനെ ബാധിക്കും. നമ്മളെക്കാളും വലിയൊരു സംഭവമാണ് ആകാശം. നമുക്ക് മനസ്സിലാവും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മൾ മാത്രമല്ല. അല്ലെങ്കിൽ നമ്മൾ തകർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയൊരു കോട്ടം കൊണ്ട് നമ്മൾ താഴെ പോയി എന്നുള്ള അർത്ഥമില്ല. അവിടെ ഉദ്ദേശിക്കണത് ആകാശം പോലത്തെ വിശാലമായൊരു സാധനം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകണ്ട. എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും, എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടാകുമ്പോഴത്തേക്കും 2-3 മുഴം നീളമുള്ളൊരു കയറ് കൊടുത്തിട്ട് ഫാനിലും തൂണിലും മരത്തിലും പോയി കെട്ടിത്തൂങ്ങിയും ചാവാൻ നിൽക്കണ്ട, കൈ മുറിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ചാവാ എന്നുള്ള ചിന്താഗതിയെ വെക്കണ്ട. നിങ്ങൾക്ക് അതിലും വലിയ സംഭവങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, അവരൊക്കെ സഹിച്ച് ക്ഷമിച്ച് പോകുന്നുണ്ട്. നിങ്ങൾക്കും അത് പറ്റും. അള്ളാൻ്റെ ഒരു അപ്രോച്ചാണ് മനുഷ്യരോട്. അതുപോലെ തന്നെ ഒട്ടകം, നിങ്ങൾ ക്ഷമിക്കുക. എന്തോരം പ്രയാസപ്പെട്ടിട്ടായിരിക്കും ഒട്ടകം വെള്ളം കുടിക്കാണ്ട് മൈലുകളോളം നടക്കുന്നത്. ഇതൊക്കെ ഈ ക്ഷമയുടെയും അതുപോലെ തന്നെ ഈ സ്വബറിൻ്റെ ഒരു മാംസരൂപമാണ് ഒട്ടകം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ജീവിതത്തിൽ പഠിക്കണം. അല്ലാഹു ആ 2 ഉദാഹരണങ്ങൾ വെച്ചതിൻ്റെ പിന്നിലത്തെ പ്രധാന ഒരു ലക്ഷ്യം അത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ അതിൽ പെട്ട ഒരു ലക്ഷ്യം അത് തന്നെയാണ് ആ റെസ്പോൺസ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രയാസം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമം കാണുമ്പോഴത്തേക്കും നല്ല ഒരു കയറെടുക്കാനോ കത്തി എടുക്കാനോ ബ്ലേഡ് എടുക്കാനോ വിഷം മേടിക്കാനോ പോകുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇതെല്ലാം സൃഷ്ടിച്ചേക്കണം ഇത്രയും വലിയ ആകാശത്തിൽ, എത്രയോ വിശാലമായ ആകാശത്തിന് അതുപോലെ തന്നെ നിലനിർത്തുന്ന റബ്ബ്, അല്ലെങ്കിൽ ഇത്രയും മൈലുകളോളം പ്രയാസങ്ങൾ അനുഭവിച്ച ഒട്ടകത്തിനെ സുന്ദരമായിട്ട് നടത്താൻ കഴിയുന്ന അതേ റബ്ബ് തന്നെയാണ് നമ്മളെയും പടച്ചേക്കണേ. അതുകൊണ്ട് നമുക്കും ക്ഷമിക്കാൻ പറ്റും, നമുക്കും ഇത് അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. അല്ലാഹു തആല നമ്മളെ തൗഫീഖ് അനുഗ്രഹിക്കട്ടെ.